വീഡിയോ വെച്ചപ്പോ അതില് റോസാപ്പൂ ഉണ്ടാക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ടത് ചാച്ചാജിയുടെ വീഡിയോ അല്ലേ? ചാച്ചാജിക്ക് വേണ്ടിട്ട് ഒരു റോസാപ്പൂക്ക് ഉണ്ടാക്കുന്നത് ക്ലേ ഒക്കെ വെച്ച്. ഞാനും കണ്ടായിരുന്നു അത്. അന്നേരം ഞാൻ മനസ്സിൽ വിചാരിച്ചതാ എനിക്ക് അങ്ങനെ ഉണ്ടാക്കണമെന്ന്. അത് തന്നെ, നീയും കണ്ടായിരുന്നല്ലേ? ഞാനും കണ്ടു, കൊച്ചു ടിവിയിലെന്നല്ല ഞാനത് കണ്ടത്. എന്നാ പിന്നെ നമുക്കത് ഉണ്ടാക്കിയാലോ? വേറെ എന്തെങ്കിലും കളിക്കാനോ മണ്ണ് വാരി കളിക്കാനൊക്കെ പോയാ അമ്മ വഴക്ക് പറയും. ഇതാവുമ്പോ നമുക്ക് ക്ലേയും കൊണ്ട് കളിക്കാം. ഓക്കെ, ചെയ്താലോ നമുക്കത്? ഇങ്ങനെ കാറ്റാത്തി കാറ്റാത്തി എന്ന് പറയണ്ടാത് ആരാണെന്ന് എനിക്ക് പറഞ്ഞാട്ടേനെ. ചാച്ചാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. ജികെയിൽ പഠിച്ചിട്ടില്ലേ അത്? പിന്നെ ജികെയുടെ പീരീഡ് ഞാൻ കിടന്നു ഉറങ്ങായിരുന്നു. നിങ്ങൾ വല്ല ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറയും. നിങ്ങൾ ഈ ചാച്ചാജി ചാച്ചാജി എന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് മനസ്സിലാവാണ്ടിരുന്നത്. അപ്പൊ നീ ചാച്ചാജി എന്ന് കേട്ടില്ല, പക്ഷെ നീ ജവഹർലാൽ നെഹ്റു കേട്ടല്ലേ? എടി മിന്നു, നീ അവളെ വെറുതെ കളിയാക്കല്ലേ. അവൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലേ. എടി, ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടായിരുന്നു. കുട്ടികൾക്കും ജവഹർലാൽ നെഹ്റുവിനെ ഭയങ്കര ഇഷ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികള് ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി എന്നാ സ്നേഹത്തോടെ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ നീ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ ചാച്ചാജിയുടെ പോക്കറ്റിൽ ഒരു റോസാപ്പൂ ഇരിക്കുന്നേ? ആ റോസാപ്പൂ ഉണ്ടാക്കാന്നാണ് ഇവരെല്ലാരും പറയുന്നേ. എന്നാ നമുക്ക് ഉണ്ടാക്കിയാലോ? റോസാപ്പൂ ഉണ്ടാക്കാനുള്ള റെഡും ഗ്രീനും സ്പ്രേ ഒക്കെ നിങ്ങളുടെ കയ്യിലില്ലേ? എങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. എന്നെ വീട്ടിൽ ഇപ്പൊ തന്നെ ഉമ്മ അന്വേഷിക്കും. അപ്പൊ എനിക്ക് പിന്നെ കളിക്കാനേ പറ്റില്ല.